ഇതുപോലത്തെ ക്രോഷറ്റ് ബാഗും കീ ചെയിൻസ് ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്കുള്ളതാണ്. സംഭവം ഓൺലൈനിലൊക്കെ തപ്പിയപ്പോൾ ഒടുക്കത്തെ റേറ്റ് ആണ്. അപ്പോൾ ഇതങ്ങോട്ട് ഉണ്ടാക്കാൻ പഠിച്ചാലോ? ഗൂഗിളിനോട് യൂട്യൂബിനോട് ChatGPT സഹിതം ഞാൻ ചോദിച്ചു. അവസാനം എനിക്ക് മനസ്സിലായത് പഠിക്കാൻ സിമ്പിളാണ്. പഠിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ? ഇതാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ ക്രോഷറ്റിന്റെ കിറ്റ് ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതൊരു ബിഗിനേഴ്സിനുള്ള കിറ്റാട്ടോ. അതിന്റെ പറയാതിരിക്കാൻ ഇതിന്റെ ക്വാളിറ്റി അടിപൊളി, ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടു, ഇതിന്റെ കളറൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? ഈ ടൂളിന്റെ പേരാണ് നീഡിൽസ്. ക്രോഷറ്റ് വർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന യാണിന്റെ വലിപ്പം അനുസരിച്ചാണ് നീഡിൽസ് സെലക്ട് ചെയ്യാനുള്ളത്. ഉദാഹരണത്തിന് 4.mm 3.mm അങ്ങനെയൊക്കെ. ആൻഡ് ഇതിന്റെ പേരാണ് യാൺ. ഇത് സാധാരണ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്, കീ ചെയിൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ക്രോഷറ്റ് വർക്കിന് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇതുപോലെ നീഡിൽ യാണ് വെച്ച് നോക്കിയിട്ടാണ് സൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ നീഡിലിന് ഈ യാൺ സ്യൂട്ടബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റിച്ച് മാർക്കേഴ്സ്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് ക്രോഷറ്റ് വർക്ക് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന പോയിന്റ്സ് മനസ്സിലാക്കാനാണ്. അതായത് സ്റ്റിച്ച് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് ഒന്ന് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചാൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇതുപോലെയാണ് സ്റ്റിച്ച് മാർക്കേഴ്സ് പിൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ കിറ്റിന്റെ കൂടെ തന്നെ ഒരു കത്രികയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ സാധനങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് ക്രോഷറ്റ് പഠിച്ചു തുടങ്ങല്ലേ? ആൻഡ് ഇതിന്റെ ഏകദേശം ABCD ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ക്രോഷറ്റ് വർക്ക് പഠിക്കണമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ഒരു ജേണലിലേക്ക് ഞാൻ നിങ്ങളെ കൂടി വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങും ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ജേണലിൽ നിങ്ങൾ എൻ്റെ ഒപ്പം കൂടി സ്ഥിതിക്ക് എന്തായാലും ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ. അപ്പോൾ ഓക്കെ, ബൈ.